പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഒരുമയോടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, അമ്മയുടെ മക്കൾ ഒന്നുപോലും നിരാശയിൽ മടങ്ങിപ്പോകുവാൻ അമ്മ അനുവദിക്കരുതേ. പ്രത്യാശയോടുകൂടി അമ്മയോട് ചേർന്ന് ഈശോയെ പാടി പുകഴ്ത്തുവാനും ഈശോയോട് നന്ദി പറയുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവം മാതാവേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ. അവർ ആവശ്യ നേരത്ത് അമ്മ സഹായമായി അവരോടൊപ്പം ഇരിക്കണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഈ ലോകമെമ്പാടും ദൈവനാമം അനേകം മക്കളിൽ എത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവം മാതാവേ, ഒരു ദൈവസാക്ഷിയായി ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മക്കളാകാതെ ദൈവത്തോട് ചേർന്ന് എൻ്റെ നന്മയ്ക്കായിട്ട് ദൈവം നൽകുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ പഠിപ്പിക്കണമേ. അമ്മേ മാതാവേ, അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുരിശിൽ മരിച്ചത്. അമ്മേ മാതാവേ, അതൊന്നും ഓർക്കാതെ ഞങ്ങൾ ചില നിമിഷങ്ങളിൽ പാപത്തിൽ അകപ്പെട്ടു പോകുന്നു. ആ പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ജീവൻ ബലിയായി തന്നു. ഈശോയെ, അങ്ങയുടെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്കായി പകർന്നു നൽകി. ഇത്രമേൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. അന്ധകാര ശക്തികൾ ഞങ്ങളെ പിടിക്കാതിരിക്കാൻ തക്കവിധം ഞങ്ങളെ സംരക്ഷിക്കണമേ. എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നുമെല്ലാം ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ഞങ്ങൾക്ക് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ. കാവൽ മാലാഖമാരാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ ലോകമെമ്പാടും ശാന്തി സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. അമ്മേ മാതാവേ, ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാവരെയും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പലവിധ പരീക്ഷകൾ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല വിജയം കൊടുത്ത മക്കളെ അനുഗ്രഹിക്കണമേ. വിദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മക്കൾ ആഗ്രഹിക്കുന്ന ദേശത്ത് അവരെ എത്തിക്കണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. അമ്മേ മാതാവേ, ബാങ്ക് ലോണിനായിട്ട് അപേക്ഷ കൊടുത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ അധികാരിയുടെ കണ്ണുകൾ തുറപ്പിക്കണമേ. അവർ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം അമ്മ നടത്തി കൊടുക്കണമേ. അമ്മേ മാതാവേ, ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, കടങ്ങൾ തീർക്കുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുടുംബ ജീവിതങ്ങൾ തകർച്ചകളുടെ വക്കിലൂടെ കടന്നു പോകുന്ന എത്രയോ മക്കൾ ഈ ലോകത്തുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ ഇടപെട്ട് അവരെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഒരു ദൈവ പൈതലിനെ അവരുടെ ജീവിതത്തിലേക്ക് അയക്കണമേ. എത്രയോ മക്കൾ ഭാരപ്പെട്ടുകൊണ്ട് കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം കൊടുക്കണമേ കർത്താവേ. തളർന്നു പോകുവാൻ അനുവദിക്കരുതേ. ആരുടെയും മുമ്പിൽ കളിയാക്കപ്പെടുവാൻ നിന്റെ മക്കളെ വിട്ടുകൊടുക്കല്ലേ അമ്മേ. അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടച്ചുറപ്പുള്ള നല്ല ഭവനം കൊടുത്തവരെ ഒരുക്കണമേ കർത്താവേ. കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ഭൂമിയിൽ അനേകം മക്കൾക്ക് ദൈവനാമത്തിലുള്ള യേശുനാമത്തിലുള്ള ഭവനങ്ങൾ ഉയരുവാൻ തക്കവിധം ഇടയാക്കണമേ. അമ്മേ മാതാവേ, ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമല്ലെന്ന് മനസ്സിലാക്കി അനുനിമിഷം ഞങ്ങളെ ജീവിപ്പാൻ ഒരുക്കണമേ. പാപത്തിൻ്റെ കെട്ടുകളിൽ അകപ്പെട്ടു പോകുവാൻ വിട്ടുകൊടുക്കരുതേ. സാത്താൻ്റെ പിടിയിൽ അകപ്പെട്ടു പോകുവാൻ വിട്ടുകൊടുക്കരുതേ. അമ്മേ, അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു കൊള്ളണമേ. അമ്മേ മാതാവേ, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാ രോഗികളെയും ഈ നിമിഷം അമ്മയിലെ ഏൽപ്പിക്കുകയാണ്. എല്ലാ മക്കളുടെ ജീവിതത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, അനുനിമിഷം അങ്ങേ ഭൂമിയിൽ ഉദ്ഘോഷിച്ചുകൊണ്ട് അനേകം മക്കളുടെ മുമ്പിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ അറിയിച്ച് ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ നാഥ. ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ നാഥ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ജോലി മേഖല
മേഖലകളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അകപ്പെട്ട് കഴിയുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ജോലികളെല്ലാം സുഗമമാക്കി കൊടുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വിജയകരമായ ഓപ്പറേഷൻ പൂർത്തീകരിക്കണമേ. ഓപ്പറേഷൻ വേണമെന്നറിഞ്ഞ് ഭയന്നിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ ഒന്നും കൂടാതെ അവരുടെ രോഗത്തെ നീ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. വിശ്വാസത്തോടു കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കരുണയായി കൃപയായി ഇറങ്ങി വരണമേ നാഥാ. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഈ ഭൂമിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിപ്പാൻ ഒരു ഭവനം നൽകി ഓരോ മക്കളെയും നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറവുകളൊന്നും നീ നോക്കല്ലേ നാഥാ. ഞങ്ങളുടെ പ്രയാസങ്ങളൊന്നും നീ നോക്കല്ലേ നാഥാ. ഞങ്ങളെ സഹായിക്കണമേ നാഥാ. അമ്മേ മാതാവേ, വിദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബം പുലർത്തുവാനായിട്ട് അന്യദേശങ്ങളിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ നാഥാ. ഒരു ദുഷ്ടം പോലും പിടിപെടുവാൻ അനുവദിക്കല്ലേ നാഥാ. എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും യുദ്ധങ്ങളും കലഹങ്ങളിൽ നിന്നും എല്ലാം അവരെ സംരക്ഷിച്ചു കൊള്ളണമേ നാഥാ. ശാന്തി സമാധാനം ഈ ഭൂമിയിലേക്ക് ഒഴുക്കണമേ നാഥാ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവേ പഠിക്കാനുള്ള ബുദ്ധി ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ നാഥാ. വരും തലമുറകൾ ദൈവനാമത്തിൽ ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഒരുക്കണമേ നാഥാ. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗത്തെ സമർപ്പിക്കുന്നു. ഉടമ്പടി നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഏറ്റെടുത്ത് പരിശുദ്ധയമ്മേ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.